ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മുസ്ലിമീങ്ങളോട്, സഹോദരങ്ങളോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാ മുസ്ലിമീങ്ങളും. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പല കാര്യങ്ങളിലും ബാധ്യത നിർവഹിക്കേണ്ടവനാണ്. അയൽവാസിയായ മുസ്ലിമിനോട് പ്രത്യേക ബാധ്യതകളുണ്ട്. അതുപോലെ പാവപ്പെട്ട മുസ്ലിമിനോട് പ്രത്യേക ബാധ്യതകളുണ്ട്. ഫക്കീറായ, മിസ്കീനായ, യതീമായ, വിധവകളായ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറികളിലുള്ള മുസ്ലിമീങ്ങളോട് തന്നെ പ്രത്യേകമായ ബാധ്യതകൾ നമുക്കുണ്ട്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. അങ്ങനെ പല വിധത്തിലുള്ള കടപ്പാടുകളും മുസ്ലിം എന്ന നിലക്ക് പരസ്പരം നമ്മൾക്ക് ഏറെയുണ്ട്. അതിൽപ്പെട്ട മുസ്ലിമീങ്ങൾ പരസ്പരം ചെയ്യേണ്ട തമ്മിലുള്ള ബാധ്യതകളിലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞത്. ഒരാൾ രോഗിയായാൽ അയാളെ സന്ദർശിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനോടുള്ള ഒരു ബാധ്യത കൂടെയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ രോഗിയായി കിടക്കുന്ന മനുഷ്യനും ഉണ്ട്. എന്നാൽ സന്ദർശനത്തിന് വേണ്ടി പോകുന്ന മനുഷ്യനും അതിൽ നേട്ടങ്ങളുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ രോഗിയെ സന്ദർശിച്ചവർ, ജനാസയെ അനുഗമിച്ചവർ, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തവർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത സ്വഹാബത്തുണ്ടായിരുന്നു. രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് രോഗി എവിടെയാണുള്ളത്, സന്ദർശിക്കാൻ ഒരു രോഗിനെ കിട്ടാനില്ലല്ലോ എന്ന് പറയേണ്ടതില്ല. നിത്യമായി മരുന്ന് കുടിക്കാത്തവർ വളരെ വിരളമാണ്, കുറവാണ്. എല്ലാ വീട്ടിലും രോഗികളാണ്. അതിലുപരി നിത്യരോഗികളാണ്. കിടപ്പിലായവർ ഏറെയുണ്ട്. ഇവിടെ രോഗികളെ സന്ദർശിക്കുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ മാത്രം അല്ല സന്ദർശിക്കേണ്ടത്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ മാത്രമല്ല ഞാൻ രോഗിയാകുമ്പോൾ സന്ദർശിക്കേണ്ടത്, അതല്ലെങ്കിൽ എന്നോട് നേരത്തെ വല്ല ഉപകാരങ്ങളും ചെയ്തു തന്ന മനുഷ്യനെ മാത്രമല്ല അദ്ദേഹം രോഗിയാകുമ്പോൾ ഞാൻ സന്ദർശിക്കേണ്ടത്. എന്നെ എതിർത്ത ആളുകളുണ്ടാകാം, നമ്മോട് ദേഷ്യപ്പെട്ടവരുണ്ടാകാം, നമ്മോട് ശത്രുത വെച്ച് നടന്നവരുണ്ടാകാം, ജനങ്ങൾക്കിടയിൽ നമ്മെപ്പറ്റി ഇല്ലാത്തത് ഗീബത്തും നമീമത്തും പറഞ്ഞ് പരത്തിയവരുണ്ടാകാം, പ്രത്യക്ഷത്തിൽ നമുക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുണ്ടാകാം. അവരൊക്കെ രോഗിയാകുമ്പോൾ ഒന്ന് പോയി കാണണം. ആ രോഗിയെ ചെന്നൊന്ന് സാന്ത്വനപ്പെടുത്തണം, സമാധാനപ്പെടുത്തണം. ആ രോഗിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശൈലിയാണ്. മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച ശൈലിയാണ്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇബാദത്തിന്റെ ഭാഗമായി, പുണ്യകർമ്മമായി നമ്മൾ കാണുകയും മുസ്ലിം എന്ന നിലക്ക് അതിൽ വലിയ മഹത്വങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണ്? ഒന്നാമതായി ഏറ്റവും വലിയൊരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സാമീപ്യം അവനക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മുസ്ലിമീങ്ങളും.
എന്നാൽ ആ സാമീപ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു അമലാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമത്തി യബ്ന ആദം, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ഈ ആദം സന്തതികളെ മുഴുവനും വിളിച്ചിട്ട് അല്ലാഹു തആല പറയുമത്രേ, മരിൽതു ഫലം തഉദിനി, ഞാൻ രോഗിയായി കിടന്നിട്ട് നിങ്ങളാരും എന്നെ കാണാൻ വന്നില്ലല്ലോ. അല്ലാഹു തആല പറയുന്നു, ഞാൻ രോഗിയായി കിടന്നിട്ട് നിങ്ങളാരും എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങനെ രോഗിയായിട്ടൊരു കട്ടിലിൽ കിടക്കുക എന്നിട്ട് നമ്മളാരും കാണാൻ പോയില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഖാല യാ റബ്ബി കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, അല്ല പഠിച്ചവനെ, നീ എങ്ങനെ രോഗിയായി കിടക്കും? നീ ലോകത്തിന്റെ മുഴുവനും രക്ഷിതാവല്ലേ, നീ എങ്ങനെ രോഗിയായി ഒരു സ്ഥലത്ത് കിടക്കും? നിന്നെ എങ്ങനെ ഞങ്ങൾ സന്ദർശിക്കും? അള്ളാഹുവിന്റെ ചോദ്യത്തിന് തിരിച്ചു മറുചോദ്യം, ഖാല, അപ്പോൾ അല്ലാഹു തആല പറയാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള, മോനെ നീ അറിഞ്ഞിരുന്നില്ലേ എന്റെ അടിമയായ ഇന്നാലിന്ന ആൾ രോഗിയായി കിടന്നത് നീ അറിഞ്ഞിരുന്നില്ലേ? ഫലം തഅദുഹു, നീ അവരെ രോഗിയെ സന്ദർശനം നടത്തിയിട്ടില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉതഹു ലവജതനി ഇൻദഹ്, നീ ആ രോഗിയെ സന്ദർശിക്കുമായിരുന്നുവെങ്കിൽ നിനക്ക് ആ രോഗിയുടെ അടുക്കൽ എന്നെ എത്തിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അടുക്കൽ നീ വലിയ സ്വീകാര്യതയുള്ള മനുഷ്യനാകുമായിരുന്നു എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യതയുള്ള അല്ലാഹുവിനോട് അല്ലാഹു തആല പറയാൻ, ഉദാഹരിച്ച് പറയാൻ, എന്നെ ഞാൻ രോഗിയായി കിടന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സന്ദർശിച്ചിട്ടില്ല എന്ന ചോദ്യം. റബ്ബേ, നീ എങ്ങനെയാ രോഗിയാകുക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, ഞാൻ രോഗിയാവുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്റെ അടിമയായ ഇന്നാലിന്ന മനുഷ്യൻ രോഗിയായി കിടന്നപ്പോൾ നീ അതറിഞ്ഞില്ലേ, എന്നിട്ടും നീ അവിടെ പോയി സന്ദർശിച്ചില്ലല്ലോ. നീ അവിടെ എങ്ങാനും സന്ദർശിച്ചിരുന്നു എങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ രോഗിയുടെ അടുക്കൽ നീ സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്റെ അടുക്കൽ നിനക്ക് വലിയ സ്വീകാര്യതയുള്ള, എന്നോട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു അടിമയായി നിനക്ക് മാറാൻ പറ്റിയിരുന്നു എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്. അല്ലാഹു കൂടെയുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. അല്ലാഹു തആല നമ്മോട് ഒന്നിച്ചുണ്ടെങ്കിൽ പിന്നെ എന്തിനെയാണ് പേടിക്കാനുള്ളത്? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൗറിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയത്തോടെ ചോദിക്കുന്ന സമയത്ത്, അല്ലയോ സിദ്ദീഖ്, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മൂന്നാമതായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ഖുർആനിന്റെ വാക്യം, ആ വാക്യമാണ് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു തആല നമ്മോടൊന്നിച്ചുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ സാമീപ്യം ഒരു മനുഷ്യന് ലഭിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നാമതായി ലഭിക്കുന്ന വലിയ മഹത്വം എന്താണ്? അല്ലാഹുവിന്റെ വലിയ പ്രീതി ലഭിക്കുന്നതാണ്. രണ്ടാമതായി നിങ്ങൾ നോക്കൂ, രോഗിയെ സന്ദർശിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗിയെ സന്ദർശിച്ചാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ആദ മരീളൻ, ആരെങ്കിലും ഒരാൾ ഒരു രോഗിയെ സന്ദർശനം നടത്തിയാൽ
നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്തു നിന്നൊരു മലക്ക് വിളിച്ചു പറയും, തിബ്ത വതാബ മംശാക വതബവഅത മിനൽ ജന്നതി മൻസിലാ. ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിനക്ക് സ്വർഗമാണ് ആഗ്രഹമെങ്കിൽ നിന്റെ നാട്ടുകാരെ, നിന്റെ കൂട്ടുകാരെ, നിനക്കെതിരെ പ്രവർത്തിച്ചവനെ രോഗിയായി കിടക്കുന്ന സമയത്ത് നീയൊന്ന് സന്ദർശിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്നതിലുപരി നിന്റെ ഇവിടെ വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായുള്ള പ്രശ്നങ്ങൾ ആ ഒരു സന്ദർശനത്തോടു കൂടി അങ്ങ് തീർന്നു പോകുന്നതാണ്. കുടുംബക്കാര് തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകാം, അയൽവാസികൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകാം, ശത്രുത വെച്ച് രാഷ്ട്രീയത്തിലോ മറ്റോ ഏതെങ്കിലും സംഘടനാപരമായോ ശത്രുത പുലർത്തുന്നവരുണ്ടാകാം. ആ മനുഷ്യൻ ഒരു ആക്സിഡന്റിൽ പെടുകയോ അല്ലെങ്കിൽ രോഗത്തിൽ പെട്ടുപോവുകയോ ചെയ്താൽ അവന് അങ്ങനെ വേണമെന്ന് പറയുന്നതിന് പകരം അവൻ എന്റെ ശത്രുവായാലും ഞാൻ പിണങ്ങി നിന്നവനായാലും അല്ലെങ്കിൽ എന്നോട് പിണങ്ങിയവനായാലും അതെ എത്ര വലിയ വൈരാഗ്യമുള്ളവനാണെങ്കിലും നീ അവന്റെ വീട്ടിലേക്കൊന്ന് കയറി ചെന്ന് അവൻ രോഗിയായി കിടക്കുന്ന കട്ടിലിന്റെ സമീപത്ത് ചെന്നിട്ട് ഒരു സലാം പറഞ്ഞിട്ട് മുസാഫഹത്ത് ചെയ്താൽ നിന്റെ ശത്രുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് നിന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കും കേട്ടോ. ഇതിന് നമ്മുടെ മനസ്സ് തയ്യാറാകണം. അവന് രോഗിയല്ല, അഡ്മിറ്റ് അല്ല, ആക്സിഡന്റ് അല്ല, അവന്റെ ജീവൻ അങ്ങോട്ട് പോയാലും ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകൂല എന്ന് പറയുന്ന ആളുകളില്ലേ? നഊദുബില്ല, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. മുസ്ലിമീങ്ങളെ, രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുവിനെ മിത്രമാക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണത്. ആര് രോഗിയായി കിടന്നാലും അവൻ അന്ന് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞവനാണ്, ഞാൻ അവന്റെ അടുക്കൽ പോകൂല എന്ന് പറഞ്ഞു നിൽക്കുന്നതിന് പകരം മുസ്ലിം എന്ന നിലക്ക് ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ സ്വർഗ്ഗം നമ്മൾക്ക് നേടണമെങ്കിൽ, അല്ലാഹുവിന്റെ അടുക്കലുള്ള വലിയ സാമീപ്യം നേടിയെടുക്കണമെങ്കിൽ, അതേ ഒരു മുസ്ലിം രോഗിയാണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പണി എന്താണ്? ആ രോഗിയെ സന്ദർശിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെങ്കിൽ, അതിനവസരമുണ്ടെങ്കിൽ, സന്ദർശകരെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് ആ രോഗിയുടെ ചാരയൊന്ന് എത്തിച്ചേരട്ടെ. നിങ്ങളൊന്നും ഞാനൊന്ന് ചെയ്തു നോക്ക്. ഒരു ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് നിങ്ങളൊന്ന് സന്ദർശനം നടത്തിയാൽ അദ്ദേഹത്തിന്റെ ഖൽബ് ഇങ്ങനെ ഉരുകിപ്പോകുന്നത് കാണാം. നിങ്ങൾക്ക് കുറ്റബോധം അദ്ദേഹം സ്വന്തം ശരീരത്തോട് വിളിച്ചു പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ കണ്ണുനീരൊഴുകിപ്പോകുന്നതിൽ നിങ്ങളോടുള്ള വൈര്യങ്ങളും വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും വിദ്വേഷങ്ങളും ഒഴുകിപ്പോകുന്നത് കാണാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അപ്പോഴാണ് നമുക്കൊരവസരം കൂടെയാണ്. പിണങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, നമ്മൾ അങ്ങോട്ട് ഇണങ്ങാൻ ശ്രമിച്ചിട്ടും ഇങ്ങോട്ട് ഇണങ്ങാത്ത മനുഷ്യൻ, അദ്ദേഹത്തോട് നല്ല നിലക്ക് ഒരു രോഗിയാകുമ്പോഴോ മറ്റോ സന്ദർശനം നടത്തിയാൽ അദ്ദേഹത്തിന്റെ ഖൽബ് മാറും. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മോട് കർശനമായി പറഞ്ഞത്, ഒരു മുസ്ലിമിനോട് നീ ചെയ്യേണ്ട ബാധ്യതകളിൽ നിന്ന് രണ്ടാമത്തത് എന്താണ്? രോഗിയായാൽ, നിന്റെ സുഹൃത്ത് രോഗിയായാൽ ആ രോഗിയെ മോനെ നീ സന്ദർശിക്കണമെന്നാണ്. രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുന്ന മൂന്നാമത്തെ മഹത്വം എന്താണ്? അതേ മഹാനായ സുവൈർ റളിയല്ലാഹു അൻഹു വബ്നു അബീ ഫാഖിതത അൻ നബീഹി ഖാല അഖദ അലി ബിയദി. മഹാനരായ സുവൈർ എന്ന് പറഞ്ഞ മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, അഖദ അലിയുൻ ബിയദി. മഹാനവറുകൾ അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞെടുത്ത് റിപ്പോർട്ട് ചെയ്യാണ്. എന്താ പറഞ്ഞത്? അഖദ അലിയുൻ ബിയദി. മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു. ഖാലന്തലിഖ് ബിനാ ഇലൽ ഹസനി നഊദുഹു. മഹാനരായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ രോഗിയായി കിടക്കുമ്പോ സന്ദർശനത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ്.
സന്ദർശനത്തിന് വേണ്ടി കൊണ്ടുപോയി. ഫവജദനാ ഇൻദഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയപ്പോ അവിടെ നോക്കുമ്പോൾ വേറെ ഒരു അതിഥിയുണ്ട്. അതാരാണ്? മഹാനരായ അബൂ മൂസ എന്നവരാണ്. ഫഖാല അലി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അബൂ മൂസ എന്ന് പറയുന്ന മഹാനവറുകളോട് ചോദിക്കാണ്, ആഇദൻ ജിഅത യാ അബാ മൂസ അം സായിറാ, അല്ലയോ അബൂ മൂസ എന്നവരെ, നിങ്ങളിവിടെ ഹസൻ എന്നവരുടെ അടുക്കൽ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ, അതോ ഇതുവഴി ഇങ്ങനെ പോകുമ്പോ വെറുതെ ഒരു സിയാറത്തിന് വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി കയറിയതാണോ? രോഗിയുടെ അടുക്കൽ സന്ദർശിക്കാൻ എന്ന നിയത്തിൽ വന്നതാണോ, അതോ വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കയറിയതാണോ? ഫഖാല ലാ ബൽ ആഇദാ. അപ്പോഴാണ് മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല, ഞാൻ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്, രോഗിയെ സന്ദർശിക്കാമെന്ന് തന്നെയാണ്. ഫഖാല അലിയുൻ, അപ്പോൾ മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂലു, തങ്ങൾ പറഞ്ഞത് എന്താണ്? മാ മിൻ മുസ്ലിമിൻ യഊദു മുസ്ലിമൻ ഉദ്വതൻ ഇല്ലാ സ്വല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയാ. ഒരു മുസ്ലിമായ ഒരു സഹോദരൻ രോഗിയായി കിടന്നിട്ട് അവനെ ചെന്ന് സന്ദർശനം നടത്തിയാൽ, ഒരു മുസ്ലിം രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, ഇല്ലാ സ്വല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയാ. രോഗിയെ കാണാൻ പോയ മനുഷ്യനില്ലേ, ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? 70,000 മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹുവിനോട് രക്ഷയെ തേടുകയാണ്. രാവിലെയാണ് അവൻ പോയതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഈ ദുആ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ, അവൻ വൈകുന്നേരമാണ്, രാത്രി സമയത്താണ് രോഗിയെ സന്ദർശിക്കാൻ പോയതെങ്കിലോ, ഇല്ലാ സ്വല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുസ്ബിഹാ. നേരം പുലരുവോളം നീ കിടന്നുറങ്ങിയാലും മോനെ ഒരു 5 മിനിറ്റ് ഒരു രോഗിയുടെ അടുക്കൽ നീ ഇരിക്കാനുള്ള സമയം കണ്ടെത്തിയാൽ അല്ലാഹ് നിനക്ക് നൽകുന്ന നിഅമത്ത് എന്താണ്? 70,000 മലക്കുകളെ നിനക്ക് വേണ്ടി അല്ലാഹു തആല ഇറക്കുകയാണ്. ആ മലക്കുകൾ ചെയ്യുന്ന അമൽ എന്താണ്? നീ ഒരു മനുഷ്യന് വേണ്ടി അവര് അല്ലാഹുവിനോട് സലാമത്തിന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തീർന്നോ? ഇല്ല. നീ ഒരു 5 മിനിറ്റ് ഒരു രോഗിയുടെ അടുക്കൽ നിന്നതിന്റെ പേരിൽ അല്ലാഹ് നൽകുന്ന മഹത്വം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്നാ. നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ ഖരീഫുൻ ഫിൽ ജന്നാ, സ്വർഗത്തിൽ നല്ല പച്ച പിടിച്ച എന്നാൽ നല്ല കൂളിംഗ് ഉള്ള നല്ല ഒരു പ്രദേശം തന്നെ നിനക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖരീഫ് എന്ന് പറഞ്ഞാൽ നല്ല പച്ച പിടിച്ച നല്ലൊരു കാലാവസ്ഥ അല്ലെ. ഊട്ടിയിലേക്കൊക്കെ ആളുകൾ പോകാറുണ്ട്. ഒമാനിൽ പോയാൽ സലാല എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. കേരളത്തോട് വളരെ സാമീപ്യം പുലർത്തുന്ന ഒരു പ്രകൃതിപരമായൊരു നാടാണ്. ആ സലാലയിൽ ഒരു സമയം വരും, ഒരു കാലാവസ്ഥ വരും, അതിന് ഖരീഫ് എന്നാണ് അവർ പറയാ, അറബികൾ പറയാ. കാരണം ആ സമയത്ത് വളരെ മരുഭൂമിയിൽ ചൂട് പിടിച്ച് പുല്ലും മരങ്ങളും എല്ലാം കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുള്ള പ്രദേശം. അവിടെ വർഷത്തിൽ ഒരു സീസണിൽ അവിടെ ചെറിയ മഞ്ഞ് വീഴുന്നത് പോലെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴയുണ്ടാകും. ആ മഴയത്ത് അവിടെയുള്ള കുന്നുകളും ആ ഒഴിഞ്ഞ മരുഭൂമിയിലൊക്കെ നല്ല പച്ച പുല്ലുകൾ പൊങ്ങി വരും. നല്ല ഒരു കൂളിംഗ് ഉള്ള സമയമാണ്. ആ സമയത്ത് ഈ സലാലയിൽ നല്ല തിരക്കായിരിക്കും. സന്ദർശകരും ടൂറിസ്റ്റും എല്ലാം വരും. ആ ഒരു സമയത്താണ് അവിടെ കാര്യമായിട്ട് കച്ചവടം ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവർ പറയുന്ന പേര് ഖരീഫ് എന്നാണ്. കാരണം നല്ല പച്ച പിടിച്ച സ്ഥലം, നല്ല കൂളിംഗ് ഉണ്ടാകും. അങ്ങനെ നല്ലൊരു കാലാവസ്ഥ, ആസ്വാദനത്തിന് പറ്റിയ പ്രകൃതിയും കാലാവസ്ഥയും. അങ്ങനെ ഒരു കാലാവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം അല്ലാഹു ഒരു രോഗിയെ സന്ദർശിച്ച മനുഷ്യന് സ്വർഗത്തിലൊരിടം അല്ലാഹു ഒരുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ,
3 മഹത്വങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരു രോഗിയെ സന്ദർശിച്ചാൽ എത്ര സമയമാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ? വളരെ കുറഞ്ഞ സമയം മതി. ആ രോഗിയെ സന്ദർശിച്ച് അവിടെ കുറെ സൊറ പറഞ്ഞിരിക്കണം എന്ന് ഇസ്ലാം പറയണില്ല. പെട്ടെന്ന് അവിടുന്ന് ഊരാനാ പറയുന്നത്. കൂടുതൽ സമയം അവിടെ ഇരുന്നിട്ട് രോഗിക്ക് ശല്യം ചെയ്യാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വഴിയെ പറയണം. ഒരു രോഗിയുടെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ 10 മര്യാദകളുണ്ട്. രോഗിയെ സന്ദർശിക്കേണ്ടതിന്റെ 10 മര്യാദ. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. എന്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എത്ര രോഗിയെ സന്ദർശിച്ചു? ഒന്നുകൂടെ ഞാൻ പറയാം. മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ വലിയാണ്. സ്വഹാബത്തിൽ ഏറ്റവും ഉന്നതരാണ്. പ്രവാചകന്മാര് കഴിഞ്ഞാൽ 1ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു മാറിപ്പോയതാണ്. സിദ്ദീഖ് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു 1ാമത്തെ ഖലീഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബാണ്, സ്വാഹിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഇരിക്കുന്ന സ്വഹാബത്ത് ഇരിക്കുന്ന മജ്ലിസിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം വരുന്നു. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളുടെ ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, അല്ലയോ സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പനുഷ്ഠിച്ച സുന്നത്ത് നോമ്പെടുത്ത ആൾ ആരാണ്? ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് സുന്നത്ത് നോമ്പുള്ളവരാരാണെന്ന് ചോദിക്കുന്നു. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനാ, ഞാനുണ്ട് നബിയേ. നബി തങ്ങൾ നോമ്പെടുത്തവരാരാന്ന് ചോദിച്ചു. അപ്പൊ അതിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് നബി, ഞാൻ നോമ്പ് വെച്ചിട്ടുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, ആരാണ് ഇന്ന് മയ്യത്തിന്റെ പരിപാലനത്തിൽ ഉൾപ്പെട്ടതാരാണ്? മയ്യത്തിനെ അനുഗമിച്ചു പോയവരാരാണ് ഈ കൂട്ടത്തിലുള്ളത്? ഖാല, അപ്പോഴും പറയാനുള്ളത് ഒരു സ്വഹാബിയാണ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ. തങ്ങൾ പറയുന്നു, നബിയെ, അനാ, ഞാനുണ്ട്. ഞാനൊരു മയ്യത്തിന്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. മയ്യത്തിനെ അനുഗമിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇന്നത്തെ ഒരൊറ്റ ദിവസത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കാണ്, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തവരാരാണ്? അതിലും ഹാജർ പറയുന്നത് ആരാണ്? സിദ്ദീഖുൽ അക്ബർ. തങ്ങൾ പറയുന്നു, നബിയേ, ഞാനുണ്ട് നബിയേ, ഞാൻ ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വന്നത്. അപ്പൊ അടുത്ത ചോദ്യം നബി തങ്ങൾ ചോദിക്കാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീളാ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ഒരു രോഗിയെങ്കിലും സന്ദർശിച്ചവരാരാണ്? അവിടെയും മറുപടി പറയുന്നു, സ്വാഹിബു റസൂലില്ലാഹ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, അനാ നബിയേ, ഞാനുണ്ട് നബിയേ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സുന്നത്ത് നോമ്പെടുത്തത് ആരാന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, ഞാനുണ്ട് നബിയേ. അതേ, മയ്യത്തിന്റെ കൂടെ പോയവരാരാ? മയ്യത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തവരാരാണ്? ഉടനെ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, അതിലും ഞാനുണ്ട് നബിയെ, ഞാനൊരു മയ്യത്തിന്റെ ഒരു ജനാസയിൽ പങ്കെടുത്തിട്ടാ വരുന്നത്. 3ാമത്തെ ചോദ്യം, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തത് ആരാണ്? മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാല് വലിയൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് അതിൽ കുറെ ഗാനമേള വെച്ചിട്ട് എന്നിട്ട് ബൊഫേ പരിപാടി വെച്ചിട്ട് വന്ന ജനങ്ങളെ മുഴുവനും നിന്ന് തീറ്റിച്ചിട്ട് അങ്ങനെ ഒരു കൂലിയെ പറ്റിയല്ല നബി തങ്ങൾ പറഞ്ഞത്. ഒരു മിസ്കീനാരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? റോഡരികിൽ ഭക്ഷണമില്ലാത്ത ഒരു മനുഷ്യൻ, അങ്ങനെയുള്ളൊരു മനുഷ്യനെങ്കിലും ആരെങ്കിലും ഭക്ഷണം വിളമ്പിയിട്ടുണ്ടോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാനുണ്ട് നബിയേ. 4ാമത്തെ ചോദ്യം, ഇന്നത്തെ ദിവസത്തിൽ രോഗിയെ സന്ദർശിച്ചവരാരാണ്? മുഅ്മിനീങ്ങളെ, നമുക്ക് ജനാസ അനുഗമിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതെ, നമുക്ക് മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ
കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അതേ നമുക്ക് സുന്നത്ത് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ നാട്ടിൽ രോഗികൾ കുറവില്ല, ഒട്ടും കുറവില്ല. ഒരു രോഗിയുടെ അടുക്കൽ ഒരു ദിവസമെങ്കിലും പോകാൻ പറ്റാത്തവരില്ല. രോഗിയുടെ അടുക്കൽ സന്ദർശിച്ചവരാരാണെന്ന് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നബിയേനാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോ പറയാണ്, മജ്തമഅന ഫിംദിൻ ഇല്ലാ ദഖലൽ ജന്ന. ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുന്ന മഹത്വമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഒരുപാട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ പാലിക്കേണ്ട അദബുകൾ ഒരുപാടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കെങ്കിലും, ഒരു ദിവസമൊന്നുമല്ല. സ്വഹാബത്തിനോട് ഒരു ദിവസത്തിലാ തങ്ങൾ ചോദിക്കുന്നത്, ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചതെന്നാ തങ്ങളെ ചോദ്യം. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഞാനൊരു രോഗിയെങ്കിലും സന്ദർശിക്കും നമ്മളൊരു തീരുമാനം എടുക്കണം. സ്വർഗം കിട്ടുന്ന ചാൻസ് നമ്മൾ മിസ്സാക്കരുത്. ഇതിന് വലിയ ചെലവൊന്നുമില്ല. പോയാൽ ഒരു കട്ടൻ ചായയും കെട്ട ചായ ഇങ്ങോട്ട് കിട്ടേ ചെയ്യുള്ളൂ, അല്ലേ? ഒരു രോഗിയെ കാണാൻ പോയാൽ ഒരു കട്ടൻ ചായ ഇങ്ങോട്ട് കിട്ടേ ചെയ്യുള്ളൂ. ഏതായാലും അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഉസ്താദ് ഇനി ബാക്കി അടുത്ത ആഴ്ചയിൽ രോഗിയെ സന്ദർശിക്കുന്നതിനുള്ള ആദാബുകൾ ഇൻഷാ അല്ലാഹ് പറയുമ്പോഴേക്ക് ഞാനൊരു രോഗിയെങ്കിലും അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് സന്ദർശിക്കുന്ന ഒരു തീരുമാനം ഈ പള്ളിയിലെടുത്ത് നമ്മൾ എടുക്കണം. അതെന്തിനാ? ഈ പറഞ്ഞ മഹത്വങ്ങൾ നമുക്ക് കിട്ടാനാണ്. 3 പ്രധാനപ്പെട്ട മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കും, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരായി മാറും എന്നാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കും എന്നാണ്. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? 70,000 മലക്കുകളുടെ ദുആ കിട്ടുമെന്നാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്.